ലാൽ സാറിന്റെ പോലെ ഒരു ആക്ടർ ഏത് കോസ്റ്റ്യൂം ഇട്ട് വന്നു കഴിഞ്ഞാലും വന്നാൽ ഒരു ഇമ്പാക്ട് ഉണ്ടായി. ആ കോസ്റ്റ്യൂമിൽ കൂടെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഭീകരനായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇയാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇടിവെട്ടിയൊരു ഫീൽ ഉണ്ടാവും എന്ന് പറയുന്നത് മാസിനെ കാണിക്കുന്ന ഒരു പടമാണ്. അതൊരു വലിയ ചാലഞ്ച് അല്ലേ. ഇത് ഒരെണ്ണം വെച്ചിട്ടുള്ള ബാക്കിയുള്ള കളി ഇതൊരു രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ല. ഇത് നമ്മൾ കൊണ്ടുപോകാൻ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടണം. ആ ഞെട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഞെട്ടിൽ പോയി പിന്നെ അടുത്ത ഞെട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ദിസ് ഈസ് ടോട്ടലി ഒരു ഡിഫറെന്റ് ഒരു സിനിമയായിരിക്കും. ചിലപ്പോൾ വേറൊരാൾ ചോദ്യം ചെയ്യാം. ഇപ്പോൾ LJP നമ്മളെ ചോദ്യം ചെയ്തിട്ടുള്ള ഇത് ഇയാൾ ചെയ്യില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് ഈ സിനിമയുടെ കോസ്റ്റ്യൂമിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ ഭാഷ എന്താണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഡയറക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ LJP ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് നേരം സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല. ആളുടെ വായിൽ നിന്ന് കിട്ടുന്ന വളരെ കുറച്ച് വാക്കുകളാണ് നമ്മൾ ഒരു വേദോപദേശം പോലെ അതിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ആൻഡ് ചില സമയത്ത് നമുക്ക് ടോട്ടലി റോങ് ആവും ചെയ്യും. എല്ലാ ക്യാരക്ടേഴ്സിനും ഈ തുണി ചുറ്റിയ രീതിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒരുപാട് തയ്യൽ ഒരു സ്ട്രക്ചർ ഗാർമെന്റ്സ് ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ ഒരു ഫാന്റസി ആണല്ലോ. അപ്പോൾ താങ്കൾക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, എനിക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, നമ്മൾ പേഴ്സണൽ കാര്യമാണ് അല്ലേ. ഇത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇമ്പാക്ട് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ഒരു സംഭവം. അങ്ങനെ ആവട്ടെ എന്നാണ് എന്റെ ചിന്ത. ഫസ്റ്റ് ദിവസം വന്ന ദിവസം തന്നെ എനിക്ക് ചീത്ത കേട്ടത്. എംപുരാൻ വർക്ക് ചെയ്യാൻ പോയപ്പോഴും അവിടെ ഇംഗ്ലീഷ് ആക്ടേഴ്സ് ഉണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവന്റെ അടുത്ത് ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ ഇവൻ നാളെ അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. വിവേക് ഒബ്രോയ് ആയിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയിട്ട് സൂട്ട് ഇട്ടിട്ട് അയാള് വയലന്റ് ആയി. അയാൾ ആ സൂട്ട് ഒരു അവിടെ നിലത്തിട്ടിട്ട് പറഞ്ഞു ഞാനൊന്നും ഈ സൂട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ നാളെ ഈ സിനിമ പല ഭാഷകളിൽ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഇമേജ് ഉണ്ട്. ആ ഇമേജ് അവർക്ക് കീപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. അത് കിട്ടാനായിട്ട് അവർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. പ്രണവ് ഈസ് വെരി ഈസി ടു വർക്ക്. ഏറ്റവും അതായത് നമ്മൾ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ കാരവനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വാതിൽ തുറന്നു തരുന്നത് ഇദ്ദേഹമാണ്. വേറെ ആക്ടേഴ്സ് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. എനിക്ക് എന്റെ ആദ്യത്തെ അനുഭവം ഇനി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ലിമിറ്റഡ് എഡിഷൻ അതെ. നാഷണൽ അവാർഡ് വിന്നർ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരനാണ് നമുക്കിപ്പോൾ. ഹായ്, നമസ്കാരം. ഈ വാലിബന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്താണ് എനിക്ക് ഈ കോസ്റ്റ്യൂമിന് ശ്രദ്ധിക്കണമെന്ന് തോന്നിയത്. കാരണം ഈ പുള്ളിയുടെ മേലങ്കി ഇങ്ങനെ വാനിലേക്ക് ഉയർന്ന് പറന്നിങ്ങനെ ചുറ്റി വരുന്നൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രസമുള്ളതായിരുന്നു. ആ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ മതപര മിഴിയോരം പാട്ട് കാണുന്ന സമയത്ത് ഈ റെഡ് ഇങ്ങനെ സൈഡിൽ കിടക്കുന്നു. പിന്നെ സാധാരണ പുള്ളി ഉപയോഗിക്കുന്ന ഒരു ഓഫ് കളർ ആയിട്ടുള്ള കളർ എനിക്കറിയില്ല പറയുന്നത്. അതെ അതെ, അത് ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പം അല്ലാത്ത സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിച്ചിട്ടില്ല, മേലങ്കി ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. കാരണം അമർ ചിത്രകഥ പോലൊരു സംഗതിയാണ്. പക്ഷേ ഒരു മല്ലൻ വാലിബൻ, മലക്കോട്ടൈ വാലിബൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന, ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്നതായിരിക്കും എനിക്കുണ്ടാവുക. എങ്ങനെയായിരുന്നു ലിജോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എത്ര ചലഞ്ചിങ് ആയിരുന്നു? ഐ തിങ്ക് ഇപ്പം LJP എന്ന് പറയുന്ന ഡയറക്ടർ ആദ്യം നമ്മുടെ അടുത്ത് ഈ കഥ ഇത് സംസാരിക്കുമ്പോൾ കഥയെ പറ്റി വളരെ ഒരു വെയ്ഗായിട്ടുള്ള രീതിയിൽ നമ്മളെടുത്ത് പറയും. പിന്നെ നേരെ സ്ക്രിപ്റ്റ് നമ്മളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റ് നന്നായി വായിക്കണം, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. എഗെയിൻ അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മേബി 6 to 8 months ഒക്കെ പ്രീ പ്രൊഡക്ഷൻ ചെയ്യേണ്ട അങ്ങനെ സിനിമയാണ്. പക്ഷേ ഈ സിനിമ പെട്ടെന്ന് ഉണ്ടാവുകയും അതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് തുടങ്ങണം എന്നുള്ളൊരു ചാലഞ്ച് ഒരു 2.5 months മുൻപാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുകയും ആ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോയി എന്നിട്ട് ചിലപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു അവിടെ നിന്ന് നമുക്ക് തുടങ്ങാമെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ജനറലി ഈ സിനിമയിൽ സംഭവിക്കുന്ന പോലെ ഒരു റെഫറൻസ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമ പോലെ നമ്മൾ സിനിമ എടുക്കുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പോലെ ഈ ക്യാരക്ടർ അങ്ങനത്തെ ഒരു സംസാരം ഈ സിനിമയിൽ എവിടെയും സംഭവിച്ചിട്ടില്ല. അപ്പം ഇതുപോലെ തന്നെ ലാൽ സാർ ചെയ്യുന്ന ക്യാരക്ടർ, ഇപ്പോൾ ഈ വാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അതൊരു നമുക്ക് സിനിമയിൽ ഉടനീളം അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിൻ്റെ പോസ്റ്റേഴ്സും പരിപാടിയൊക്കെ. അപ്പോൾ ആ കോസ്റ്റ്യൂം തന്നെയാണ് ഒരു മോസ്റ്റ് ഓഫ് ടൈം വരുന്നത് നമുക്ക്. പിന്നെ അതിൻ്റെ വേരിയേഷൻസ് ആണ് നമ്മൾ കാണുന്ന. ഇപ്പോൾ ഈ പറഞ്ഞില്ല ആദ്യം കാണുന്ന ആ ഒരു ടീസറിലൊക്കെ കാണുന്ന ഒരു മേലങ്കി എന്ന് പറയുന്ന സാധനമൊക്കെ വരുന്നത്, അതൊക്കെ ഓരോ സിറ്റുവേഷൻസിൽ ആ സിറ്റുവേഷൻസിനെ അതായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന അതിൻ്റെ ഒരു വിഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഐ തിങ്ക് എഗെയിൻ ഒരു സിനിമയിൽ ഒരു കോസ്റ്റ്യൂം നമ്മൾ കുറേ സമയം നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം സ്ക്രീനിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ മേ ബി തുടക്കത്തിലൊരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഇപ്പോൾ ലാൽ സാറിൻ്റെ പോലെ ഒരു ആക്ടർ ഏത് കോസ്റ്റ്യൂം ഇട്ട് വന്നു കഴിഞ്ഞാലും വന്നാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പം നമുക്ക് അവിടെ അദ്ദേഹത്തിന് ആ കോസ്റ്റ്യൂമിൽ കൂടെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഭീകരനായിട്ട് കാണിക്കേണ്ട കാര്യമില്ല, നമ്പർ 1. നമ്പർ 2 എഗെയിൻ അദ്ദേഹം സഞ്ചരിക്കുന്ന ടെറൈൻസ്, ആ ടെറൈൻസിലൊക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ആവുക, ജെല്ലാവുക എന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റാണ്. എഗെയിൻ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ലുക്കിൽ കൂടെ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ മറ്റുള്ള ആൾക്കാരായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്ന അങ്ങനെയുള്ള നേരിയ സാധനങ്ങൾ
അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് നമ്മൾ പലപ്പോഴും ഒരു കോസ്റ്റ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുന്നത് അതിന് എത്രമാത്രം നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. അതിന് എത്രമാത്രം ആ സിനിമയും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ജെല്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അത് ജെല്ലായി പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആ കളർ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഈ ബേജോ സ്കിൻ കളർ എന്നൊക്കെ പറയുന്ന മേലെയുള്ളൊരു കളർ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഓഫ് കോഴ്സ് അതാണ്. ഏത് ടെറൈനിലും, ഇപ്പം നൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പകലിലാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മലയുടെ മേലെയാണെങ്കിലും ഒരു പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കുമ്പോഴും ആ കളറ് നമ്മളെവിടെയും ജെല്ലായി പോവും എന്ന് പറയുന്ന ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത് നമ്മൾ അതിൽ ഉപയോഗിച്ചുള്ള ഒരു പ്രിൻ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ എഗെയിൻ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന വർഷങ്ങൾ 2000 വർഷങ്ങൾ മുൻപ് ആൾക്കാർ പ്രിൻറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. ഒരു മരത്തിനെ കർവ് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈൻ അതിലുണ്ടാക്കി അതിനെ കളറിലേക്ക് മുക്കി അത് തുണിയിലേക്ക് പതിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ഡിസൈൻ കിട്ടിയിരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള ഡൈ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പടം മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നാലേ അതങ്ങനെ എമോട്ടീവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 150-200 ഇയേഴ്സ് ബാക്ക് ഉറപ്പായിട്ടും അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഈ മെഷീനിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അപ്പം അതാണ് അതിൻ്റെ രീതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആ തുണിയെ കളർ ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഒരു സാധനം കൊടുക്കുന്നു. ആ പ്രിൻറ്റും എന്ന് പറയുന്നതും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ശ്രദ്ധ പോരുത്. എന്നാൽ ഒരു കാര്യം അവിടെ ഉണ്ടാവണം, അതിലും ഒരു ജെല്ലിങ് വേണം. ഇപ്പോൾ നമ്മളൊരു സ്നേക്കിൻ്റെ ഒക്കെ വരുന്ന ഒരു പ്രിൻറ്റിന് വളരെ സട്ടിലായിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അതിലൊരു പ്രിൻ്റ് ഉണ്ട്, അത് ആ ഒരു ബ്രേക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ. അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഒരു കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എഗൈൻ ഈ പറഞ്ഞ പോലെ ഈ കോസ്റ്റ്യൂമിന് ഒരുപാട് നീളം സഞ്ചരിക്കുകയും അത് എല്ലായിടത്തും ജെല്ലാവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ടാക്കുകയും ആ വേരിയേഷൻസിൽ നിന്ന് പല അഭിപ്രായങ്ങൾ എടുക്കുകയും അതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ എക്സ്ചേഞ്ചസ് ഓഫ് തോട്ട്സും ആ തോട്ട്സിൽ സംശയങ്ങളും അത് എന്ന് വെച്ചാൽ അതൊരു വലിയ ചാലഞ്ചല്ലേ. കാരണം നമുക്ക് എത്രമാത്രം നമ്പേഴ്സ് കുറയുന്നോ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം കൂടി. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഇപ്പോൾ 10 കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 ഒക്കെ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയാലും അത് നിലനിൽക്കുമല്ലോ. ഇത് ഒരെണ്ണം വെച്ചിട്ടുള്ള ബാക്കിയുള്ള കളി ഇതൊരു രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ല. പക്ഷെ അതിന്റെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രണയം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ കളർ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. അടി വരുമ്പോൾ ഫൈറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെയാണ് ഈ മാസമായിട്ടിരിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. എന്തായാലും ഇത് ഒരു മാസിനെ കാണിക്കുന്ന ഒരു പടമാണ്. അപ്പം മാസിൻ്റെ എല്ലാ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരേപോലെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ പല സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മതപരം വിഴിയോരത്തിൽ സ്ത്രീകളും വരുന്നുണ്ട്. എന്നാൽ മറ്റേ പാട്ടുണ്ടല്ലോ, അതായത് പുന്നരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ശ്രീകുമാർ വാക്കിയിലും അഭയഹിരം വഴിയാണ്. നല്ല പാട്ടാണ് കേട്ടോ. ഈ മതപരം ഈ വിഴിയോരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ആദ്യം ഹിറ്റാവുന്നു, പക്ഷേ ലാലേട്ടൻ്റെ പാട്ട് ഹിറ്റാവുന്നു, അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പാട്ട്. ഈ പാട്ടിൽ കാണിക്കുന്ന പ്രണയത്തിന് ആ പെൺകുട്ടിക്ക് കൊടുത്തേക്കുന്ന ഒരു ഒറ്റ ചുറ്റാണ്. അപ്പം അതും നമ്മുടെ മനസ്സിൽ വേണം. ഇത്രയും പേർക്കൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരുപാട് ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം നമുക്ക് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സമയത്തിന് ചിലപ്പോൾ വേറൊരാൾ ചോദ്യം ചെയ്യാം. ഇപ്പോൾ ഓഫ് കോഴ്സ് ഈവൻ ഡയറക്ടർ ഇപ്പോൾ LJP നമ്മളെ ചോദ്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇയാൾ ചെയ്യില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ കാര്യം ടൈം ഫ്രെയിമാണ്. മേ ബി ചില സിനിമയിൽ ബഡ്ജറ്റ് ആയിരിക്കും, ഈ സിനിമയിൽ അങ്ങനത്തെ ബഡ്ജറ്റ് പ്രശ്നമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ടൈമിൻ്റെ ഉള്ളിൽ നമുക്കിത് എങ്ങനെ ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നിടത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് ഈ സിനിമയുടെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ ഭാഷ എന്താണെന്നുള്ളതാണ്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്കൊരു ഷർട്ട് ഉണ്ടാക്കുക, ആ ഷർട്ടിന് നമുക്ക് എന്ത് സാധനം ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഈസിയാണെന്ന്. പക്ഷേ ഈ മൊത്തം സിനിമയുടെ കോസ്റ്റ്യൂമിന് ഒരു ഭാഷ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ തലയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞ് അവർക്കും കൂടി ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അല്ലെങ്കിൽ എഗെയിൻ ഈ സിനിമ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ തുടങ്ങുന്ന യാത്ര മുതൽ അവസാനം വരെ ഇതിൽ പല സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളുടെ കളേഴ്സ് എങ്ങനെയായിരിക്കണം, അവിടെ നിന്ന് ഡിഫറൻസിയേഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാൾ എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഒരു സ്ഥലത്തിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ സ്ഥലത്തും ആ സ്ഥലം തമ്മിൽ ആൾക്കാരെ എങ്ങനെ അതിനെ അവരറിയാതെ പോലും അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതേ ആളിത് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ ഈ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സമയം എടുത്തത് നമുക്ക് ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യം ചെയ്തത് ഒരു സ്ഥലത്തെ ചിലപ്പോൾ അവിടുത്തെ ജനങ്ങളെ എങ്ങനെയായിരിക്കും, ആ ജനങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടാകുന്നൊരു ക്യാരക്ടർ അയാൾ
ഒക്കെ എങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു രൂപം കൊടുക്കാം എന്ന് പറയുന്നൊരു ശൈലിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് അതാണ് ആവശ്യം. വേറെ സിനിമ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ആവശ്യം. കാരണം അവിടെ ചിലപ്പോൾ കൂടെ ക്യാരക്ടർ ചിലപ്പോൾ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിരിക്കും. ഇത് ഇങ്ങനെയാണെന്ന്. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ടോട്ടലി നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഭാവന എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓഫ് കോഴ്സ് അതിൻ്റെ അതിൽ എഗെയിൻ ഡയറക്ടർ എന്ന് പറയുന്ന ഇപ്പോൾ LJP ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് നേരം സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല. ചിലപ്പോൾ നമ്മൾ ഈ ആളുടെ വായിൽ നിന്ന് കിട്ടുന്ന വളരെ കുറച്ച് വാക്കുകളാണ് നമ്മൾ ഒരു വേദോപദേശം പോലെ അതിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ആൻഡ് ചില സമയത്ത് നമുക്ക് അത് ടോട്ടലി റോങ് ആവും ചെയ്യും. കാരണം ഒരാളൊരു കാര്യം പറയുമ്പോൾ എല്ലാ വാക്കുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അതിലേക്ക് തന്നെ എത്തണമെന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് റോങ് ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തിൽ കുറച്ച് നേരം സഞ്ചരിക്കും, ഒരു കാര്യം ചെയ്യും. അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ടോട്ടലി റോങ് ആയിരിക്കും. അതിന് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വന്ന് പിന്നെ വീണ്ടും വർക്ക് ചെയ്യുമ്പോഴാണ് അടുത്തൊരു കാര്യം അവിടെ ഇൻക്ലൂഡ് ആവുന്നത്. സോ എഗെയിൻ അതൊരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്ന ഒരു സാധനം ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഓക്കെ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്, നമ്മൾ വർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും സിനിമകളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആവശ്യങ്ങൾ വേറെയാണ്. മെജോറിറ്റി ഓഫ് പീപ്പിൾ നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്ക് ഇയാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇടിവെട്ടിയൊരു ഫീൽ ഉണ്ടാവും എന്ന് പറയുന്നത്. അത് ഇതിലങ്ങനെ ഒരുപാട് കാര്യം അങ്ങനെയല്ല. ഒരു ജൈജാന്റിക് മനുഷ്യനാണ്, വാലിബനാണ്. അത് വേണം താനും. അല്ല അത് വേണം. പക്ഷെ അത് എഗെയിൻ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വൺ സൈഡാണ് അല്ലേ. ഒരു ചിലപ്പോൾ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോൾ ആക്ടറുടെ ഇമ്പാക്ട്, അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ അവിടുത്തെ ആർട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ അതിൻ്റെ കളറിങ്, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഹെയർ ഉണ്ട്. അപ്പം ഇതിലൊരു കാര്യമാണിത്. അപ്പം ഇതിൻ്റെ ഒരു മീറ്റർ എവിടെ നിർത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അപ്പം പിന്നെ ലാലേട്ടൻ്റെ ഡ്രസ്സിനകത്ത് ഈ ധരിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ തന്നെ എഡ്ജ് നോക്കുമ്പോൾ അത് കീറിയെടുത്തത് മാതിരി, അതായത് ഒരു പീസ് ഇങ്ങനെ വലിച്ചു കീറിയെടുത്താൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് സൈഡ് ചെയ്തിരിക്കുന്നത്. അത് പിന്നിരിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അത് എഡ്ജ് എങ്ങനെ ഷാർപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലത്തെയാണ്, ഇല്ലെങ്കിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ? ഇത് ജനറലി എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മളൊരു ഒരു ഭയങ്കര അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കാരണം ചെറിയ കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല. ആ സമയത്തൊക്കെ ശരിക്കും നമ്മൾ കുറച്ചും കൂടെയൊക്കെ അതിനെ ഒരു അൺഫിനിഷ്ഡ് ആണല്ലോ അല്ലേ. നമ്മളതിനെ ഇപ്പോഴത്തെ പോലെയൊക്കെ അതിൻ്റെ സൈഡൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒരു ലേസൊക്കെ വെച്ച് അടിക്കുന്ന ഒരു പരിപാടി ഈ പറയുന്ന ഈ ജനവിഭാഗത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ഭരിച്ചിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്കായിരിക്കുമല്ലോ അതിൻ്റെ ഒരു കുറച്ചും കൂടെയൊക്കെ ഒരു വേറൊരു സാധനം കിട്ടുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ അത് ഉപയോഗിക്കായിരിക്കും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ട് ആൻഡ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ ഒരു സിനിമയുടെ ഭാഷ എങ്ങനെ നിശ്ചയിക്കുക എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ. ഇത് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കാര്യങ്ങൾ അതിലേക്ക് വന്നു ചേരും. അവിടെ പ്രശ്നമില്ല. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, അടിത്തറയാണ് ആ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണല്ലോ അതിൻ്റെ ഇൻട്രിക്കസി. പിന്നെ ഈ സിനിമയിൽ തന്നെ നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും മെജോറിറ്റി ഒരു ക്ലാസ് വരെയുള്ള പല ക്ലാസ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, ആ ക്ലാസ് വരെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ തുണി ചുറ്റിയ രീതിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒരുപാട് തയ്യൽ ഒരു സ്ട്രക്ചർ ഗാർമെൻറ്റ്സ് ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ ഒരു ഫാൻറ്റസി ആണല്ലോ. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചറായിട്ടുള്ള ഒരു ഇപ്പം നിങ്ങളൊക്കെ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഒരാളൊരു കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഇതിലത്തെ ഒരു ക്യാരക്ടറിന് അയാൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഗാർമെൻ്റാണ് ഇട്ടിട്ടുള്ളത്. ബിക്കോസ് അയാളുടെ ക്യാരക്ടർ പറയുന്നതും അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അയാൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ നിശ്ചയിക്കുന്നിടത്ത് അയാൾക്കതാവാം, അയാൾക്കത് സാധ്യമാവുള്ളൂ. അതെ, എക്സാക്ട്ലി. അപ്പം അങ്ങനെയാണല്ലോ നമ്മളത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വേരിയേഷൻസ് നമ്മൾ വരുത്തുക. അത് നമ്മൾ നിശ്ചയിക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ടെക്നീഷ്യൻ്റെ ഒരു ഹാൻഡ് ഉള്ളത്. അല്ലാതെ പലപ്പോഴും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ കൊണ്ടുപോകാൻ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടണം. ആ ഞെട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഞെട്ടിൽ പോയി പിന്നെ അടുത്ത ഞെട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ടിനു പാപ്പച്ചൻ പറഞ്ഞത് തിയേറ്റർ വിറയ്ക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ LJPയോട് ചോദിക്കുമ്പോൾ LJP പറഞ്ഞു അത് ടിനുവിനോട് ചോദിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷേ ടിനു അത് ഉറച്ചു നിൽക്കുന്നു. ശരിക്കും സുജിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സിനിമ ഫീൽ ചെയ്യുക? പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ദിസ് ഈസ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഒരു സിനിമയായിരിക്കും. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു പരിചയമില്ലാത്ത പല ടെറൈൻസും അല്ലെങ്കിൽ
പല രീതിയിലുള്ള ഒരു സെറ്റിംഗ് ഒക്കെ ഈ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ബൈ ഇറ്റ് സെൽഫ് നമ്മൾ പറയും, നമ്മൾ അതിൻ്റെ ആ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അതിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്നത് നമുക്ക്, ഞാൻ പറയുന്നത് അങ്ങനത്തെ ഇല്ല എന്നല്ല പറയുന്നത്, നമുക്കധികം പരിചയമുള്ളൊരു സ്ഥലമല്ല അത്, ആ ഒരു ഭാഷ. പിന്നെ അത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അയാൾ ടിനു പറഞ്ഞ എനിക്ക് തോന്നുന്നു ലാൽ സാറിൻ്റെ ഓപ്പണിംഗ് സീക്വൻസിനെ പറ്റിയിട്ടാണ്. ഇത് ഇപ്പോൾ താങ്കൾക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, എനിക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, നമ്മൾ പേഴ്സണൽ കാര്യമാണ് അല്ലേ. ഇത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇമ്പാക്ട് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ഒരു സംഭവം. അങ്ങനെ ആവട്ടെ എന്നാണ് എൻ്റെ ചിന്ത. അല്ലാതെ മറ്റേത് എനിക്ക് ഒരിക്കലും എനിക്കറിയില്ല. ഇപ്പം ഞാനിപ്പം കറൻ്റ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എംപുരാനാണ്. അപ്പം എഗെയിൻ ഞാനിപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, പൃഥ്വിരാജ് ഈസ് ടോട്ടലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്, 100%. അപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഒരു 4-5 മാസം മുൻപ് ഞങ്ങൾ പൃഥ്വിരാജിൻ്റെ ഹോട്ടലിൽ ഇരുന്നിട്ട് നമുക്ക് തന്നൊരു നറേഷനിൽ നിന്ന് ഇന്ന് ആ സിനിമയിൽ ഒരു സെൻറ്റൻസ് പോലും മാറിയിട്ടില്ല. ഞാൻ സത്യമായിട്ട് പറഞ്ഞു, നമ്പർ ഓഫ് കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞ കോസ്റ്റ്യൂമിൻ്റെ അയാൾ ഫസ്റ്റ് നമുക്ക് തരുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടറിനെ കാണുന്നു എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതിൻ്റെ വേരിയേഷൻസ് നല്ലതായാലും മോശമാണെങ്കിലും അതും അയാൾ പറയും. പക്ഷെ നമുക്ക് ഒരു ആസ് എ ടെക്നീഷ്യൻ വി ആർ ഫ്രീ ടു ഡു എനിത്തിങ്. അപ്പം അതൊരു ലെവൽ കഴിയുമ്പോൾ അദ്ദേഹം പറയും നമുക്ക് ഇത് ഇത്ര മതി, ഇതിനപ്പുറത്തേക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് പോകാം, അത് വേറെ വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അത് അന്നും ഇന്നും മാറിയിട്ടില്ല. അതൊരു ശൈലി ഓഫ് വർക്കിംഗ് ആണ്. അപ്പം പക്ഷെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഇഫ് യു കം ടു LJP ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അയാളൊരു റോളിംഗ് സ്റ്റോൺ പോലെയാണ്. അത് നമ്മളൊരു കോൺസെപ്റ്റ് പറയും, അല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് വേറൊരു വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കും. ചിലപ്പോൾ അത് വേറൊരു സാധനമായി മാറും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അതിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തും. ഈവൻ കോസ്റ്റ്യൂം സൈഡിൽ നമ്മളൊരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇത് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കൂടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എമ്പുരാനെ കുറിച്ച് ചോദിക്കാനുണ്ട്, ആവേശം കൊണ്ട് ചോദിക്കാൻ. ഈ ലൂസിഫറിന്റെ ഒരു ഇരട്ടിയായിരിക്കാം എമ്പുരാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റൈലൈസ്ഡ് വേർഷനാണ് എമ്പുരാൻ എന്നാണ് ദീപക് ദേവ് ഇടയ്ക്ക് പറഞ്ഞത്. ശരിക്കും എമ്പുരാൻ എങ്ങനെയായിരിക്കും എന്നും കൂടെ പറയൂ. ഇല്ല, അങ്ങനെ എമ്പുരാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഈ സ്റ്റേജിൽ പറയുന്നത് ഭയങ്കര അക്രമമായിരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് അതിൻ്റെ സ്കെയിൽ ഈസ് മച്ച് ബിഗർ എന്ന് തന്നെ പറയണം. അതാണല്ലോ നമ്മൾ UK ഷൂട്ട് ചെയ്തു, നമ്മൾ US പോയി ഷൂട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മൾ മേ ബി ഇനി ചിലപ്പോൾ അബുദാബിയിൽ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ 1-2 കൺട്രീസിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും എന്ന് പറയുന്നതിൻ്റെ അപ്പം അതിൻ്റെ വലിപ്പമാണല്ലോ. ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ട് ആ സിനിമയ്ക്ക്. അപ്പം പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഒരു ഡയറക്ടർ വിഷനാണ്, ആ വിഷൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അതിലേക്ക് എത്തുന്നത്. അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഇത് എവിടേക്ക് എത്തും, അല്ലെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ആവും, അല്ലെങ്കിൽ ഇത് എങ്ങനെ വിജയിക്കുമല്ലേ എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സെക്കൻഡറി ആണ്. ഞാൻ ആ വിഷൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവർ എന്താണോ നോക്കിക്കാണുന്നത് അതിനെ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ സ്ക്രീനിലേക്കോ കൊണ്ടുവരിക. മരക്കാരനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ബ്രോഡ് ആടി ശരിക്കും നമുക്ക് ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുളിർമ നൽകുന്ന വിഷ്വൽ എന്ന് പറയില്ലേ, നമ്മൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അതൊരു ആഡ് ഫിലിം കാണുന്ന രീതിയിലാണ് ടോട്ടൽ സിനിമയെ നമ്മൾ സമീപിച്ചത്. ഫസ്റ്റ് ഫ്രെയിം മുതൽ നമുക്ക് മനസ്സിലായി ഇത് ആഡാണ്, ഇത് കംപ്ലീറ്റ് ആഡാണ്, കുറെ ആഡ്സ് ആണ്. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സാരി ഉടുക്കുന്ന മീനയെ കുറിച്ചുള്ള കമന്റ് വരുമ്പോഴും നമ്മൾ കണ്ടത് ഒരു കളർഫുൾ ആഡ് ഫിലിം കാണുക. അപ്പം അത് വേറൊരു തരം വിഷനാണ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് എന്നൊക്കെ പറയുന്നത് വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ പോരാ, അതെവിടെ കിട്ടുമെന്നൊക്കെ ആൾക്കാർ സുഹൃത്തിനോട് ചോദിക്കുന്ന അവസ്ഥയിലെത്തി. അത് കാണുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് കണ്ടതിന് ശേഷം എത്രത്തോളം നമ്മൾ ആദ്യം കണ്ടിരുന്നത് പോലെ തന്നെയാണോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്രേഡൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ കണ്ടത്? അതെന്തായിരുന്നു മനസ്സിൽ വിഷൻ ചെയ്തിരുന്നത്? എഗെയിൻ ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ഇത് ഒരു ഡയറക്ടറുടെ വിഷനാണ്. ഉറപ്പായിട്ടും അത് ആ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം പൃഥ്വിരാജ് ഇങ്ങനെ വിളിക്കുകയും നമ്മൾ മുൻപ് ലൂസിഫർ വർക്ക് ചെയ്ത അതേ ടെക്നീഷ്യൻസിനെയാണ് ആൾ ആദ്യം വിളിക്കുന്നത്. സുജിത്ത് എവിടെയാണ്, ഓക്കെ എവിടെയുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും സിനിമ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഒരു പാരലലി നമ്മൾ എന്തൊരു സിനിമ അപ്പം കോവിഡാണ്, അപ്പം അങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഹോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ വേറെ എങ്കിലും പോകണം, നമ്മളിങ്ങനെ പടം ചെയ്യുന്നുണ്ട്, സുജിത്തിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഓഫീസിലിരിക്കാം. അവിടെ ചെല്ലുന്നു, നമുക്കൊരു ഭയങ്കര ഒരു സിമ്പിൾ ലൈൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കരൺ ജോഹർ സിനിമ നമ്മുടെ മലയാളത്തിൽ ചെയ്താൽ അതാണ് എൻ്റെ വിഷൻ. ഇനി അതിൽ സുജിത്ത് എന്ത് ചിന്തിക്കുന്നു അതും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേക്ക് ഞാനൊരു ഫയൽ ഉണ്ടാക്കുന്നു, നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് ഉപയോഗിക്കാം, നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഓക്കെ ഡൺ, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെയാണ് ഇയാൾ ആർട്ട് ഡയറക്ടറോട് പറഞ്ഞിട്ടുള്ളത്, ഇതേ കാര്യം തന്നെയാണ് ഇയാൾ മേക്കപ്പ് മാനോട് പറഞ്ഞിട്ടുള്ളത്, ക്യാമറമാനോട് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു പോയിന്റിൽ നിന്നാണല്ലോ ഇതൊക്കെ പോകുന്നത്.
സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരും ഇരുന്ന് സംസാരിച്ചിട്ടില്ല. അതായത് ഈ ടെക്നീഷ്യൻസ് ആരും ഇരുന്നുകൊണ്ട് ഓക്കെ താങ്കൾ ഈ കളർ കൊടുക്കൂ വാളിന്, ഞാൻ ഈ കളർ ഷർട്ടിന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ടേബിളിന് അവർ ഈ മാറ്റ് വിരിക്കാം, അപ്പോൾ ക്യാമറമാൻ ഈ ലൈറ്റ് അടിക്കും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഒരു പ്രാവശ്യം പോലും ആരും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഈ പോയിന്റിൽ നിന്നാണല്ലോ പോയിട്ടുള്ളത്. ഇത് പോകുന്ന ഇൻഫർമേഷൻ പോകുന്ന ഒരു സ്ഥലത്തു നിന്നാണല്ലോ. ഇതേ സാധനം തന്നെയാണ് എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ പക്ഷെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫ്രാങ്ക്ലിയാണ് പറയുന്നത്, നമുക്കിത് ഭയങ്കര ഒരു സാധനമാവും എന്നുള്ളൊരു സാധനം നമ്മൾ ഇത്രയാവുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും സിനിമ കണ്ടപ്പോഴും നമുക്ക് ഫീൽ, കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണല്ലോ. പക്ഷെ ആൾക്കാർ അതിൻ്റെ കമൻ്റായിട്ട് വന്നില്ലേ. എനിക്ക് അതിന് തൊട്ട് മുൻപാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. എൻ്റെ അടുത്ത് ആരും വലിയ കാര്യമായിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ആ സിനിമ ഇറങ്ങിയ ശേഷം ആ സിനിമ വിജയിക്കാത്തതുകൊണ്ട് ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല. ബ്രോഡാഡി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരോട് പറഞ്ഞു വെച്ചാൽ ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങി 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ്, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ആരാണെന്നൊക്കെ ഞങ്ങൾ തിരഞ്ഞു എന്ന് പറയുന്നത്, വിച്ച് ഈസ് ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഇതൊരു വിഷനാണ്. ആ വിഷൻ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇതിനെ ഓക്കെ ഇയാൾ ഇതിങ്ങനെ കാണുന്നു, ഇതിനെ നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഡയറക്ടർക്ക് തിരിച്ചു കൊടുക്കാം, അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് അങ്ങനത്തെ പ്രോജക്ട്സ് നമുക്ക് കുറവാണ് സത്യത്തിൽ, അല്ലേ? ആ സമയത്ത് ഈ അടുക്കളയിൽ നിന്ന് മീനെ കുക്ക് ചെയ്യുമ്പോൾ സാരി കൊടുത്ത് കുക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വന്നപ്പോൾ സുജിത്ത് എങ്ങനെയാണ് നേരിട്ടത്? ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എഗെയിൻ ഇതിനെപ്പറ്റിയൊക്കെ പൃഥ്വിരാജ് വന്നാൽ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനി ഗിവൺ സിറ്റുവേഷൻ നമ്മുടെ മലയാള സിനിമയിൽ ഒരാൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു നൈറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ധരിക്കുന്നത്. പക്ഷെ നമ്മളിത് മുൻകൂട്ടി പറഞ്ഞാൽ നമ്മൾ സാരി ഉടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു സിനിമയുടെ ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷയെ നമ്മൾ ഒരിക്കലും കളയുന്നില്ല. റിയാലിറ്റി അല്ല ഈ സിനിമ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇവിടെ സാരിയാണ് കൊടുക്കുന്നത്, ഈ സാരി ഭയങ്കര ഗ്ലാമറസ് ആയിരിക്കും. എഗെയിൻ എനിക്ക് തോന്നുന്നു അവർ ഷോപ്പിങ്ങിന് പോകുമ്പോഴും അവർ വീട്ടിലിരിക്കുമ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാരി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 10-20 സാരിയിൽ നിന്ന് ഒരു സാരി എടുത്തിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വീട്ടിലേക്ക് വേണ്ടി പ്രത്യേകം സാരി ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതിനങ്ങനെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സിനിമ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടതും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നാം ഇത് അടുക്കളയിൽ എന്താ ഒരു സാരി എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനത്തെ ആൻസേഴ്സ് ഇല്ല. അതായത് എന്താ പറയുന്നത്, ചില ആൾക്കാർ ബാംഗ്ലൂരൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മുടെ സിനിമ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്, ഈ രീതിയിലാണ്. ഇതിന്റെ ഈ ക്യാരക്ടറിന് നമ്മൾ ഒരിക്കലും നൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലാലേട്ടന് പൊതുവിൽ വലിയ കോളർ ഇഷ്ടമില്ല, ചൈനീസ് കോളറോ മറ്റേതെങ്കിലും സംഗതിയൊക്കെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവും. അതേപോലെ ആ സിനിമയിൽ പൃഥ്വിരാജിന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് വേറൊരു ലെവൽ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഡ്രസ്സുകളായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് പാക്ക് ചെയ്തത്. ഉറപ്പായിട്ടും. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിലിപ്പോൾ ടീഷർട്ട്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പോഴും അതിൽ ശ്രമിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾ കുറേ വൈറ്റ് ടീഷർട്ട് മേടിച്ച് അതിലൊക്കെ കളർ മുക്കി. അതിൽ പറയുന്നുണ്ടല്ലോ അത് ശരിക്കും എനിക്കൊരു ഡൈനിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നമ്മുടെ തീം ഓഫ് കളേഴ്സിലേക്കൊക്കെ മുക്കി അങ്ങനെയാക്കി. പിന്നെ കുറേ എണ്ണം അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ അധികം നമുക്ക് കാണാത്തതോ ശ്രദ്ധിക്കാത്തതോ ആയ പ്രിന്റുകളും അല്ലെങ്കിൽ ഈവൻ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജാണ് ആ സിനിമയിലേക്കാണ് ആദ്യമായിട്ട് ഈവൻ ഭയങ്കര ലൂസായിട്ടുള്ള ഡെനിംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എപ്പോഴും കുറച്ച് സ്ലിം ഫിറ്റ് ധരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് എപ്പോഴും തോന്നുന്നത് അതിൻ്റെ കാലിന് കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നും കുറച്ച് ലൂസായിട്ടുള്ള ട്രൗസേഴ്സ് ഇട്ടിട്ട് അതിനെ ഒന്ന് അത് ഡിഫറെൻ്റ് ആയിരിക്കും ബാലൻസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്തു. അപ്പോൾ അന്ന് സുപ്രിയ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. സുപ്രിയനോട് പറഞ്ഞു, സോ ഇത് ഐ എം വെരി ഹാപ്പി, ഐ എം സീയിങ് പൃഥ്വി ഇൻ ദിസ് കൈൻഡ് ഓഫ് ട്രൗസേഴ്സ്, ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ ആസ്ക് ഹിം ഓൾവേസ് യു നെവർ വെയർ ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു നൈസായിട്ട് ഒരു ചാൻസ് കിട്ടി ഇട്ട് കൊടുത്താന്ന് പറഞ്ഞു. അപ്പം ഇത് ആ സിനിമയ്ക്ക് ആ സ്പേസ് അവിടെ ഉണ്ട്. ഇപ്പം ഇദ്ദേഹം ചിലപ്പോൾ പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ അത് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണത്. അപ്പം ഞാൻ ഇത് എപ്പോഴും പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമ ഇവരെങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്, ആ കൺസീവ് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക. ഈ ലാലേട്ടന് തുന്നിക്കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് കംഫർട്ട് ആവണമല്ലോ. പുള്ളി ഇട്ട് നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതെങ്ങനെയാ മാനേജ് ചെയ്യുക? എന്നിട്ട് പുള്ളി അഭിപ്രായം പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഉള്ളിൽ കൊള്ളുക അഭിപ്രായം? അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ലാൽ സാറിനെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇന്ന് ഇത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ മൂഡായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ മൂഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ദേഷ്യക്കാരനെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ഭയങ്കരമായിട്ട് അതിനെ നമ്മൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കും. ചില സമയത്ത് അയ്യോ ഇതെന്താ മോനെ ഇങ്ങനെ അങ്ങനെ ചോദിക്കും ചില സമയത്ത്. അത് ചിലപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം
ആ ഒരു ക്യാരക്ടറിന് ഇങ്ങനത്തെ ഒരു സാധനമാണോ ധരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം അങ്ങനെയല്ല വിചാരിച്ചു വെച്ചിട്ടുള്ളത്. മനസ്സിലായി. ഈ സെയിം കാര്യം ബ്രോ ഡാഡിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇതിലിപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുർത്തയാണെന്ന് പറയുന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുർത്തയിൽ എന്താണ് നമ്മളൊരു വെറൈറ്റി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായിരുന്നു. പക്ഷേ സത്യത്തിൽ നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ തുണിയും അതിൻ്റെ കളേഴ്സുമാണ്. നമുക്ക് പാറ്റേൺ വൈസ് ഒന്നും ചെയ്യാനില്ല. ഇനി അതിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് പോലും എക്സ്ട്രാ എന്തെങ്കിലും വെച്ച് എനിക്കത് കാണാൻ ഇപ്പോൾ വയ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഈവൻ രാജുവിനത് ഭയങ്കര കൃത്യമായിട്ട് അറിയാം. ഇതിനെ നമ്മൾ ഭയങ്കര എന്താ പറയുന്നത്, എവിടെയും എന്തെങ്കിലും നമ്മളെ കൊള്ളുന്ന രീതിയിലില്ലേ, ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് കൊള്ളുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് മുളച്ചെക്കുന്നത്. അപ്പൊ ആ ഒരു സിംപ്ലിസിറ്റി ആളെ കുർത്തയിലൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു ഒഴുക്കുള്ള ഒരു മെറ്റീരിയൽ ആണ്, പക്ഷേ ഗ്ലോ കിട്ടുന്നുണ്ട്. ഗ്ലോ ഉണ്ട്. ആ റിച്ച്നെസ്സിനെ നമ്മൾ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് ഒരു എംബ്രോയിഡറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വേറെ എക്സ്ട്രാ കളറൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ആ സിനിമയ്ക്ക് എനിക്ക് പറ്റുന്ന കാര്യമില്ല. പണി കിട്ടാൻ സാധ്യത. അതെ. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലാസാറിനൊക്കെ കുറച്ച് മോനെ ഞാൻ ഇങ്ങനത്തെ ടീഷർട്ട് ഇട്ടാൽ നന്നായിരിക്കും, ചിലപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇവിടെ എഴുതിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ടീഷർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് എഗെയിൻ നമ്മളതിനെ ടോൺ ഡൗൺ ചെയ്യാണ് ചെയ്തത്. ഭയങ്കര നല്ല രസമുള്ള കളേഴ്സും അല്ലെങ്കിൽ അങ്ങനെ ഒഴുക്കൊക്കെ ഉള്ള ടീഷർട്ട്സും അങ്ങനെ ഷർട്ട്സുകളൊക്കെ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ആൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുർത്ത ഇട്ടാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതായിട്ട് ജെല്ലായി പോകില്ല, ചിലപ്പോൾ ആൾക്കൊരു ബ്രേക്ക് വരില്ല എന്ന് ഉദ്ദേശിക്കുന്നിടത്താണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളെപ്പോഴും ലാൽ സാർ എന്ന് പറയുന്ന ആളെപ്പോഴും നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അതിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ അല്ലേ, നമ്മൾ അദ്ദേഹത്തിന് കൺവിൻസ് ആവണം, പിന്നെ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിത്തിങ് യു ഗീവ് ഹിം ഈസ് ഓക്കെ. ഇപ്പോൾ ഒപ്പം മരക്കാറ്, അതായത് ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ ഇടയ്ക്കുണ്ട്. ഈ മരക്കാറിലെത്തുമ്പോൾ വേറൊരു മാസ് സിനിമയാണ്. കാരണം ഇതൊക്കെ വേറൊരു തരത്തിൽ നമ്മൾ കാണണം. ഇപ്പോൾ ഇതിൽ കണ്ടതുപോലെ വാലിബലിനെ കണ്ടതുപോലെ അതൊരു ചലഞ്ചാണ്, വിഷൻ ഉണ്ടാവും. ഇപ്പോൾ കാലാപനി പോലൊരു ചിത്രം നമുക്ക് മുന്നിലുണ്ട്, അതിലൊരു വലിയ കോസ്റ്റ്യൂം ആർട്ട് ഡയറക്ഷൻ ഒക്കെ അവാർഡ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഒരു ഡയറക്ടർ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അതേപോലെയുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എങ്കിലും കുറച്ചൊക്കെ പുള്ളിയുടെ സജഷൻസ് ഒക്കെ ഉണ്ടാവും. പ്രിയദർശൻ സാറിൻ്റെ കൂടെ മരക്കാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മാനസികാവസ്ഥ? ഈ ഒരു മാസ് സിനിമയാണ്, അതിനകത്ത് പല കാര്യങ്ങളും ചലഞ്ചിങ് ആണ്, പുതുതായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അത് ഒരു വലിയ ചലഞ്ചല്ലായിരുന്നു. എങ്ങനെയായിരുന്നു അത് നേരിട്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥലത്തെത്തുന്നത് കുറേയൊക്കെ നമ്മുടെ ലക്കാണ് അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ചിലപ്പോൾ ഞാൻ തിരിച്ചറിയുന്നതിന് മുൻപ് ആൻഡി ചേട്ടനാണ് ശരിക്കും അങ്ങനെ എനിക്കൊരു കഴിവുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ലൂസിഫർ സിനിമ കഴിയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മോനെ ഇങ്ങനെ സിനിമയുണ്ട്, ഇത് പ്രിയൻ സാറിനും നിന്നെ ഇഷ്ടമാണ്. ഞാൻ പ്രിയൻ സാറിൻ്റെ കൂടെ ആ സമയത്തൊക്കെ ഒരുപാട് ആഡും പിന്നെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം നീ ചെയ്താൽ മതി അത് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയൻ സാർ എന്നോട് പറയുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു വേറെ ഇതിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളത് മരക്കാറിലാണ്. ഇവിടെ നോക്കിയോ എത്രയ്ക്കോ ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരാൾ വേണം. അപ്പോൾ സായി സാർ എന്ന് പറയുന്ന ആൾ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഈ കാലാപാനി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഐ തിങ്ക് നമുക്കൊന്നും ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതിനിടയ്ക്ക് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ കാലാപാനിയിൽ നമ്മൾ സാബു സിറിലിന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു ആർട്ട് ഡയറക്ഷൻ. പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ നോളജ് ഇല്ല. അതിൽ അവാർഡ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കണത്. എന്താ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അവാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ കാര്യം ഞാൻ ഈ മീറ്റിങ്ങിന് ഞാൻ പ്രിയൻ സാറിനെ കാണാൻ പോകുമ്പോൾ പ്രിയൻ സാറിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്യുന്നു, അപ്പോൾ നീയും സായിയുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സായി സിനിമയിൽ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. സായി ബിക്കോസ് ഒരു 40 സിനിമയെങ്കിലും പ്രിയൻ സാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് പ്രിയൻ സാറിന് സെറ്റായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 75 ഇയേഴ്സെങ്കിലും ഉണ്ട്. അപ്പോൾ അന്നുണ്ടായ ഒരു സംഗതി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ അവർ വർക്ക് ചെയ്യുകയും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നാഷണൽ അവാർഡ് കിട്ടുകയും ആ നാഷണൽ അവാർഡിൽ 2 പേരാണ് വർക്ക് ചെയ്തത് ഇതിൽ കോസ്റ്റ്യൂമിൽ. ഒരാൾ വരയ്ക്കാനും ഒരാൾ ഈ കോസ്റ്റ്യൂം ഉണ്ടാക്കാനും. അപ്പോൾ സായി സാറാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, വേറൊരാൾ അത് വരയ്ക്കുന്നു. അപ്പോൾ ആ നാഷണൽ അവാർഡ് വന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതിലില്ല. അപ്പോൾ അദ്ദേഹം അന്ന് പ്രിയൻ സാറിനെ വന്ന് കാണുകയും
ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കരഞ്ഞ് ആൾ നിലത്ത് വീണ് കരഞ്ഞ ഒരു സിറ്റുവേഷനോട് പറയണ്ടായി. അപ്പോൾ എനിക്കത് ഇനി ബൈ ചാൻസ് ഈ സിനിമയ്ക്ക് അങ്ങനെ നാഷണൽ അവാർഡ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അയാളായിട്ട് ഷെയർ ചെയ്യണം, അതുകൊണ്ട് നീ ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ 10,000 സിനിമയെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ ചിലപ്പോൾ മേ ബി എനിക്കൊരു 10-15 days ഒക്കെ ആളവിടെ കിട്ടിയിട്ടുണ്ടാവും. കാരണം പാരലൽ കുറേ സിനിമകൾ ചെയ്യുന്നു. അദ്ദേഹം സെറ്റിൽ വന്ന് നിൽക്കുന്ന ആളല്ല, ഞാൻ സെറ്റിൽ പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സെറ്റിൽ നിന്നാലും എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് ആ സെറ്റിൽ വന്ന് നിൽക്കേണ്ട കാര്യമില്ല സിനിമ ചെയ്യാൻ. അവരുടെ ചെന്നൈയിലൊക്കെയുള്ള ഒരു ഗോഡൗണും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഇതെന്നൊക്കെ പറയുന്നത് അവിടെ 10-25 പേരൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ. ഒരു 5-8 വർഷം മുൻപ് എനിക്ക് ആളറിയുമ്പോൾ, ഇപ്പം എനിക്കറിയില്ല. അപ്പോൾ അത്രയും വലിയ സെറ്റിങ്സിൽ സിനിമ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് അദ്ദേഹം ഇതിനെ കൂടെ കൂടുമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ധൈര്യമാണല്ലോ. ഒപ്പം ഒരു ചോദ്യം കൂടെ ഉള്ളത്, ഈ ബോളിവുഡിൽ നിന്ന് ഒരുപാട് പേര് വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്, പക്ഷെ അവരുടെ വലിയ ഇൻഡസ്ട്രിയാണ്, അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പം നമ്മൾ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, സുനിൽ ഷെട്ടിയെ പോലെയുള്ളവരൊക്കെ എങ്ങനെ ഇത് കേട്ടത്, എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, സഹകരിച്ചോ? ഫസ്റ്റ് ദിവസം വന്ന ദിവസം തന്നെ എനിക്ക് ചീത്ത കേട്ടത്. അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശൈലി, ഇപ്പം ഞങ്ങളിപ്പോൾ എംപുരാൻ വർക്ക് ചെയ്യാൻ പോയപ്പോഴും അവിടെ ഇംഗ്ലീഷ് ആക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ വരുവാണല്ലോ, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഓട്ടോ വരും. അപ്പം അങ്ങനെ ആക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ആ സമയത്തൊക്കെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് അതൊരിക്കലും നമുക്കൊരു ഹോളിവുഡിലോ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴും നമ്മുടെ കോസ്റ്റ്യൂം ട്രയൽ അവരുടെ റൂമിലേക്ക് പോയിട്ടാണ് നമ്മൾ കോസ്റ്റ്യൂം ട്രയൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഗതി അവരുടെ നാട്ടിൽ അവർ കേട്ടിട്ട് പോലുമില്ല. അപ്പം അതങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുന്നു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ സംഗതി തന്നെയാണ് നമ്മളിപ്പോൾ സുനിൽ ഷെട്ടി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അവർ അതിനെപ്പറ്റി ഡിഫെൻസീവാണ്. സെൻസായിട്ട് ഓക്കെ, ഞാനിപ്പോൾ ഇവനോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നാളെ ഇവൻ ഇത് തന്നെയാണ് എൻ്റെ റൂമിലേക്ക് നാളെ ഇതേ കോസ്റ്റ്യൂംസ് കൊണ്ടുവരും. ഇവൻ ചിലപ്പോൾ അതിന് ബട്ടൺ വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കെട്ടാനുള്ളത് വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ ഇവൻ നാളെ അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഓടി ചെല്ലുകയും അവിടെ 1-2 ദിവസം നമുക്ക് ചീത്ത കിട്ടും, 3-ാമത്തെ ദിവസം നമ്മൾ ആളായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. എഗെയിൻ വിവേക് ഒബ്രോയ് ആയിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളാൾ ആദ്യം ഫസ്റ്റ് അയാളെ ബോംബെയിൽ പോയി കാണുകയും തിരിച്ച് ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ആ സമയമാണെങ്കിൽ അയാൾ ഒരുപാട് തടി കുറഞ്ഞു. ഞാൻ കൊണ്ടുപോയിട്ട് സൂട്ട് ഇട്ടിട്ട് അയാൾ ഭയങ്കര വയലൻ്റായി. അയാൾ ആ സൂട്ട് ഒരു അവിടെ നിലത്തിട്ടിട്ട് പറഞ്ഞു, ഞാനും നീ സൂട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമുക്ക്. പക്ഷെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റണം നമുക്ക് ആ സമയത്ത്. നമ്മളത് അന്ന് തന്നെ റെക്ടിഫൈ ചെയ്തു, അത് ഓക്കെ. ആ സൂട്ടുകളാണ് നമ്മൾ പിന്നെ ലൂസിഫറിൽ കണ്ടത്, അതേ സൂട്ട് തന്നെയാണ് കണ്ടത്. അത് നമ്മുടേതായ രീതിയിൽ തന്നെ ആൾട്ടർ ചെയ്ത് ആളുടെ സൈസിലേക്ക് ആക്കി. അപ്പോൾ ഇങ്ങനത്തെ ചാലഞ്ചസ് ഉറപ്പായിട്ടുണ്ടാവും. അതില്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ഇതിലെല്ലാത്തിലും നമ്മുടെ കുറ്റമല്ല. ഈ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചിവിടെ എത്തുന്നതിനിടയിൽ അദ്ദേഹം നന്നായി വെയിറ്റ് പറഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആക്ടർ സമ്മതിക്കും, ഞാൻ വെയിറ്റ് പറഞ്ഞുകൊണ്ടാണ്, കുഴപ്പമില്ല എന്ന് പറയില്ലല്ലോ. അവർക്ക് അവരുടെ നാളെ ഈ സിനിമ പല ഭാഷകളിൽ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഇമേജ് ഉണ്ട്, ആ ഇമേജ് അവർക്ക് കീപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. അത് കിട്ടാനായിട്ട് അവർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് പക്ഷെ അതിൻ്റെ പാർട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ആദ്യം ഒരു പ്രശ്നം വളരെ നല്ലതാണ്. ബിക്കോസ് അത് ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കും. പിന്നെയാണ് ശരിക്കും പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, വേറൊരു ജോണറാണ് പുള്ളിയുടെ. പുള്ളി ഇങ്ങനെ കാടും മലയൊക്കെ കയറി നടക്കുന്ന ഒരാളാണ്. അയാളെ നമ്മൾ കൊണ്ടുവന്ന് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ അധികം ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ചെന്നപ്പോൾ എന്താ പ്രണവ് പറഞ്ഞത്? പ്രണവ് ശരിക്കും പ്രണവിൻ്റെ മെയിലൊന്നും എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുത്തുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ ലേബിൾസൊക്കെ ഉള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ശരിക്കും സിൽക്കിൻ്റെ രൂപം എന്ന് പറയുന്നിടത്ത് നമ്മുടെ പല ആൾക്കാർക്കും സിൽക്ക് തീരെ സെറ്റ് ആവില്ല. സിൽക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ചൂടെടുക്കും. സിൽക്കിൻ്റെ നമുക്ക് കിട്ടുന്ന ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, അതിന് വേറെ സൈഡും ഉണ്ട്. ഇൻ സെൻസ് അത് ഭയങ്കര റിച്ച് ആയിട്ട് തോന്നും കാഴ്ചയിൽ. ചിലപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളേഴ്സിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു തുണി കിട്ടുന്ന സിൽക്കാണല്ലോ, വേറെ തുണികളൊന്നും ഗോൾഡ് ഇല്ലല്ലോ. ഗോൾഡൻ സെറി എന്ന് പറയുന്നതൊക്കെ സിൽക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈഡ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ചിലപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏക ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, തുണി ഞാൻ എന്ത് വേണമെങ്കിലും ഇടാം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ പ്രണവ് ഈസ് വെരി ഈസി ടു എന്താ പറയുക വർക്ക്. അതായത് ആ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരവനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വാതിൽ തുറന്നു തരുന്നത് ചിലപ്പോൾ ഇദ്ദേഹമാണ് എന്ന് പറയുന്ന വേറെ ആക്ടേഴ്സ് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. എനിക്ക് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ അങ്ങനെ ഈ കോസ്റ്റ്യൂം ഇടിപ്പിക്കാനായിട്ട് ഞാനങ്ങനെ ചെല്ലുമ്പോൾ
കാരവൻ തുറന്നു നിന്നിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറയുന്ന ഒരാളാണ്. അത് വേറൊരു, അത് ഇനി അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. അതൊന്നേ ഉള്ളൂ, ലിമിറ്റഡ് എഡിഷൻ ആണ് കഴിഞ്ഞേ ഉള്ളൂ. അതെ അതെ.